There is a natural correspondence between the elements of S3 and the ways in which two copies of an equilateral triangle with vertices 1, 2 and 3 can be placed, one covering the other with vertices on top of the vertices. അപ്പോൾ നമ്മൾ S3 എന്താണെന്ന് കണ്ടല്ലോ, പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് കണ്ടല്ലോ. അപ്പോൾ ഇത് വേറൊരു രീതിയിൽ ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുക്കും. നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 3 സൈഡ് ഒരുപോലുള്ള ട്രയാങ്കിൾ. അതിൻ്റെ 3 കോർണറിന് നമ്മൾ ഓരോ നമ്പർ കൊടുത്തു, 1, 2, 3 ഇങ്ങനെ നമ്പർ കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ട്രയാങ്കിളിൻ എടുത്തിട്ട് തിരിച്ച് അതേ പൊസിഷനിൽ വെക്കുമ്പോൾ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫ്ലിപ്പ് ചെയ്തൊക്കെ വെക്കുന്നു. അപ്പം നമുക്ക് പല രീതിയിൽ വെക്കാൻ പറ്റുമല്ലോ. അപ്പം 1ൻ്റെ മുകളിൽ രണ്ടാമത് നമ്മൾ തിരിച്ച് വെക്കുമ്പോൾ 1 ആയിരിക്കത്തില്ല, 2 ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ 3 ആയിരിക്കും. അപ്പോൾ ഈ വരുന്ന രീതിക്കനുസരിച്ച് നമ്മൾ ഈ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി, ഈ പെർമ്യൂട്ടേഷൻ എഴുതിയ പോലെ നമുക്ക് എഴുതാം. 1, 2, 3യുടെ മേളിൽ എന്താ വരുന്നതെന്ന് നമുക്ക് പെർമ്യൂട്ടേഷൻ എഴുതിയ പോലെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കുറേ പെർമ്യൂട്ടേഷൻസ് കിട്ടും. അപ്പോൾ ആ പെർമ്യൂട്ടേഷൻസിന് നമ്മൾ D3 എന്നാണ് പറയുന്നത്. D3 സിമെട്രീസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് റോ ഐകളെ റൊട്ടേഷൻസ് ആയിട്ടും മ്യൂ ഐകളെ മിറർ ഇമേജസ് ആയിട്ടും കാണാവുന്നതാണ്. അതെന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് D4 എന്താണെന്ന് നോക്കാം. D4 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു സ്ക്വയർ എടുത്തിട്ട് സ്ക്വയറിൻ്റെ 4 മൂലയ്ക്ക് ഓരോ പേര് കൊടുക്കുന്നു, 1, 2, 3, 4 ഇങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് ഈ സ്ക്വയർ എടുത്ത് തിരിച്ചു വെക്കുമ്പം ഏതൊക്കെ രീതിയിൽ ഈ കോർണേഴ്സിൻ്റെ മേളിൽ ഈ നമ്പറുകൾ വരാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആ വരുന്ന രീതിക്കനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, ഓരോ പെർമ്യൂട്ടേഷൻസ് കിട്ടുമല്ലോ. അപ്പോൾ റോ എ ഫോർ റൊട്ടേഷൻസ്, മ്യൂ ഐ മിറർ ഇമേജസ് ഇൻ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് സൈഡ്സ് ആൻഡ് ഡെൽറ്റ ഐ ഫോർ ഡയഗണൽ ഫ്ലിപ്സ്. ഇപ്പോൾ 8 പെർമ്യൂട്ടേഷൻസ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക്. 1, 2, 3, 4ൻ്റെ താഴെ 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സെയിം തന്നെ നമ്മുടെ എടുത്തിട്ട് അതേപോലെ തന്നെ വെക്കുന്നു. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുമ്പം റോ 1 കിട്ടും, ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പം റോ 2 കിട്ടും, ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റോ 3 കിട്ടും. മ്യൂ 1 കിട്ടുന്നത് 1, 2, 3, 4 നമ്മൾ എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് 1 അതായത് ഇത് ഞാൻ ഫിഗർ വരച്ചില്ലല്ലോ, പക്ഷേ ഫിഗർ വരച്ചാലേ അതങ്ങോട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ 1ൻ്റെ താഴെ 1ഉം 2 അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതുന്നു. ഈ സംഭവത്തിനെ നമ്മൾ അപ്പോൾ വരച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ വരച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവേ, അതായിരിക്കും നല്ലത്. കെയ്ലീസ് തിയറം 8.14. Let f from a to b be a function and let h be a subset of a. The image of h under f is f of h such that h element of h and is denoted by f of h. കെയ്ലീസ് തിയറം എന്ന് പറയുന്ന സെക്ഷൻ്റെ പേരാണ്. അപ്പോൾ ഇവിടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. എഫ് ഫ്രം എ ടു ബി ഒരു ഫംഗ്ഷനാണ്. ഇനി ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന എയുടെ ഒരു സബ്സെറ്റാണ്. ഇനി ഇമേജ് ഓഫ് എച്ച് അണ്ടർ എഫ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ്, എഫ് ഓഫ് എച്ചിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എച്ചിലെ ഓരോ എലമെൻസിൻ്റെ എഫ് ഇമേജ് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ എല്ലാം കൂടെ കളക്ഷനാണ്. അതിന് എഫ് ഓഫ് എച്ച് ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ഓക്കെ, അടുത്ത 8.15 ലെമ്മ. ലെറ്റ് ജി ആൻഡ് ജി ഡാഷ് ബി ഗ്രൂപ്പ്സ് ആൻഡ് ലെറ്റ് ഫൈ ഫ്രം ജി ടു ജി ഡാഷ് ബി എ 1-to-1 ഫംഗ്ഷൻ സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ ഫോർ ഓഡ് എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ജി. ദെൻ ഫൈ ഓഫ് ക്യാപിറ്റൽ ജി ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ് ആൻഡ് ഫൈ പ്രൊവൈഡ്സ് ആൻ ഐസോമോർഫിസം ഓഫ് ജി വിത്ത് ഫൈ ഓഫ് ജി. ഇപ്പോൾ ജിയും ജി ഡാഷും ഗ്രൂപ്പ്സാണ്. ഫൈ എന്ന് പറയുന്നത് ജി ടു ജി ഡാഷ് എന്ന് പറയുന്ന ഒരു 1-to-1 ഫംഗ്ഷനാണ്. സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ ഫോർ ഓൾ എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ജി. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് ക്യാപിറ്റൽ ജി എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് ഓഫ് ക്യാപിറ്റൽ ജി ഡാഷ് ആയിരിക്കും. ആൻഡ് ഫൈ പ്രൊവൈഡ്സ് ആൻ ഐസോമോർഫിസം ഓഫ് ജി വിത്ത് ഫൈ ഓഫ് ജി. ഫൈ ഓഫ് ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ് ആണ്. അതേപോലെ ഫൈ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഐസോമോർഫിസം ആയിരിക്കും ഓഫ് ജി വിത്ത് ഫൈ ഓഫ് ജി. അപ്പം നമുക്കിത് പ്രൂവ് ചെയ്യണം. ഫൈ ഓഫ് ജി എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ് ആണെന്നുള്ളതാണ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യാനുള്ളത്. ഫൈ ഓഫ് ജി എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈ ഓഫ് ജിക്കകത്തുനിന്ന് 2 എലമെൻറ്റ്സ് എക്സ് ഡാഷും വൈ ഡാഷും എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എക്സും വൈയും കിട്ടും. സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് ആൻഡ് ഫൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു വൈ ഡാഷ്. ബൈ ഹൈപ്പോത്തസിസ് ഫൈ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ
എന്നാണ് തന്നിരിക്കുന്നത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിനകത്ത്. ഈക്വൽ ടു എക്സ് ഡാഷ് ഇൻറ്റു വൈ ഡാഷ് ഇംപ്ലേസ് എക്സ് ഡാഷ് ഇൻറ്റു വൈ ഡാഷ് എവിടെ ഉണ്ട്? ഫൈ ഓഫ് ജിക്കകത്തിലുണ്ട്. കാരണം എന്താ? ഫൈ ഓഫ് എക്സ് വൈ, എക്സും വൈയും ജിയിലുണ്ട്, അതിൻ്റെ എക്സ് ഇൻറ്റു വൈയും ജിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമേജ് എവിടെയാണ് വരുന്നത്? ഫൈ ഓഫ് ജിയിലാണ് വരുന്നത്. അപ്പോൾ ഇമേജ് ആരാണ്? എക്സ് ഡാഷ് ഇൻറ്റു വൈ ഡാഷ് ആണ്. അപ്പോൾ എക്സ് ഡാഷ് ഇൻറ്റു വൈ ഡാഷ് എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജി. ദാറ്റ് ഈസ് ഫൈ ഓഫ് ജി ഈസ് ക്ലോസ്ഡ് അണ്ടർ ദി ഓപ്പറേഷൻ ഓഫ് ജി ഡാഷ്. ക്ലോസ്ഡ് ആണെന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി ഇ ഡാഷ് ബി ദ ഐഡൻറ്റിറ്റി ഓഫ് ജി ഡാഷ്. ഓക്കെ, ഇ ഡാഷ് എന്ന് പറയുന്നത് ജി ഡാഷിൻ്റെ ഐഡൻറ്റിറ്റി എടുക്കുക. ദെൻ ഇ ഡാഷ് ഇൻറ്റു ഫൈ ഓഫ് ഇ ഈക്വൽ ടു ഫൈ ഓഫ് ഇ തന്നെ കിട്ടും. കാരണം ഇ ഡാഷ് എന്ന് പറയുന്നത് ജി ഡാഷിലെ ഐഡൻറ്റിറ്റി ആണല്ലോ. ഫൈ ഓഫ് ഇയും ജി ഡാഷിലുള്ള എലമെൻ്റ് ആണ്. ഇ ഡാഷ് ഇൻറ്റു ഫൈ ഓഫ് ഇ ആണ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ ഇൻറ്റു ഇ ഈക്വൽ ടു ഫൈ ഓഫ് ഇ ഇൻറ്റു ഫൈ ഓഫ് ഇ. അപ്പം രണ്ട് സൈഡിൽ നിന്ന് ഫൈ ഓഫ് ഇ ക്യാൻസലേഷനിൽ വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇ ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ എന്ന് കിട്ടും. സോ ഇ ഡാഷ് ബിലോങ്സ് ടു ഫൈ ഓഫ് ജി ആണ്. അതാണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഫോർ എക്സ് ഡാഷ് എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് ജി where x dash is equal to phi of x, we have e dash is equal to phi of e is equal to phi of x into x dash എന്ന് എഴുതാം. phi of x into phi of x dash എന്ന് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. phi of x എന്ന് പറയുന്നത് x dash ആണ്. അപ്പോൾ x dash into phi of x ഇൻവേഴ്സ് എന്ന് എഴുതാം. ഇംപ്ലേസ് ഇതിൻ്റെ അർത്ഥം എക്സ് ഡാഷിൻ്റെ ഇൻവേഴ്സ് എന്താ? phi of x ഇൻവേഴ്സ് ആണ്. എക്സ് ഡാഷും phi of x ഇൻവേഴ്സോട് ചേർന്നാൽ ഇ ഡാഷ് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡാഷിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് phi of x ഇൻവേഴ്സ് ആണ്. അതെവിടാണ്? ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ് അവിടെ ഉണ്ട്, ഫൈ ഓഫ് ജിയിലുണ്ട്. ദെയർ ഫോർ ഫൈ ഓഫ് ജി എന്ന് പറയുന്നത് ഇപ്പം ഒരു എലമെൻ്റ് എടുത്താൽ അതിൻ്റെ ഇമേജ് ഇൻവേഴ്സ് അവിടെ ഉണ്ട് എന്ന് കിട്ടി, ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടെന്ന് കിട്ടി, ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ ഫൈ ഓഫ് ജി സബ് ഗ്രൂപ്പാണെന്ന് കിട്ടി. ഇനി ഫൈ പ്രൊവൈഡ്സ് ആൻ ഐസോമോറിസം ഓഫ് ജി വിത്ത് ഫൈ ഓഫ് ജി ബിക്കോസ് ഫൈ പ്രൊവൈഡ്സ് എ 1-to-1 മാപ്പ് ഓഫ് ജി ഓൺ ടു ഫൈ ഓഫ് ജി സച്ച് ദാറ്റ്. അപ്പോൾ ഇനി ഫൈ എന്ന് പറയുന്നത് ഐസോമോറിസമാണ്. കാരണം എന്താ? അത് ഹോമോമോർഫിസം പ്രോപ്പർട്ടി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ 1-1 അതേപോലെ തന്നെ ഓൺ ടു ഫൈ ഓഫ് ജി ആണെന്നും പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1-1 ഓൺ ടു ഹോമോമോർഫിസം ആയതുകൊണ്ട് അതെന്താണ്? അത് ഐസോമോർഫിസം ആണെന്ന് കിട്ടി.